ഏലംകുളം യൂണിറ്റിന് ഒരു പുതിയ ഓഫീസ് മന്ദിരം ഉണ്ടായി എന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം 25 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു സ്വന്തമായ ഒരു കെട്ടിടം കെട്ടി ഇന്ന് ഈ നാട് സമർപ്പിക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഏലംകുളം പഞ്ചായത്തിലെ വ്യാപാരികളുടെ വർഷങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന് സാഫല്യം. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഏലംകുളം യൂണിറ്റിന്റെ സ്വന്തം ഓഫീസ് കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഇരുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ES ബിജു നിർവഹിച്ചു. ഏലംകുളത്തെ വ്യാപാരികളുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നതിനൊപ്പം പൊതുസമൂഹത്തിനും സേവനം ലഭ്യമാക്കുന്ന കേന്ദ്രമായാണ് കേരള വ്യാപാരി വ്യവസായി സമിതി ഏലംകുളം യൂണിറ്റിനായി സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വ്യാപാരി സമൂഹത്തിന്റെ വർഷങ്ങളോളമായുള്ള ആഗ്രഹവും അധ്വാനവുമാണ് ഇന്ന് ഏലംകുളത്തിന്റെ ഹൃദയഭാഗത്ത് സപ്ലൈകോയ്ക്ക് തൊട്ടടുത്തായി തലയുയർത്തി നിൽക്കുന്ന ഇരുനില കെട്ടിടം. ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ES ബിജു നിർവഹിച്ചു. വ്യാപാരികളുടെ വിയർപ്പ് തുള്ളികളാൽ പടുത്തുയർത്തിയ ആസ്ഥാന മന്ദിരം ഒരു സംഘടനയുടെ മാത്രം ഓഫീസല്ലെന്നും സമൂഹത്തിനാകെ കൈത്താങ്ങാവുന്ന സേവന കേന്ദ്രമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏലംകുളം യൂണിറ്റിന് ഒരു പുതിയ ഓഫീസ് മന്ദിരം ഉണ്ടായി എന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, എല്ലാവരുടെയും അനുവാദത്തോടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. വ്യാപാരി വ്യവസായ സമിതി ഇന്ന് സംസ്ഥാനത്ത് ക്രിയാത്മകമായി വ്യാപാര മേഖലയിലെ വിവിധ വിഷയങ്ങളോടൊപ്പം പൊതുസമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളോട് ഇടപഴകി ശരിയായ നിലപാട് സ്വീകരിക്കുന്ന സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള ഒരു സംഘടനയായി ഇന്ന് അതിവേഗം വിപുലപ്പെട്ടിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ യൂണിറ്റ് കമ്മിറ്റികൾക്ക് സ്വന്തമായി ആസ്ഥാന മന്ദിരം ഉണ്ടാവുക എന്നത്. ഏതൊരു സംഘടനയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സ്വന്തമായ ഇരിപ്പിടം എന്നത്. അത് ഏറെ വർഷക്കാലമായി ഇവിടുത്തെ വിവിധ വിഷയങ്ങളിൽ ഇഴചേർന്ന് പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റ് കമ്മിറ്റിക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഫീസ് ഉണ്ടായി എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ യൂണിറ്റ് കമ്മിറ്റിക്ക് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുന്നു. തുടർന്ന് ഈ ഓഫീസിന്റെ പ്രവർത്തനം കേവലം വ്യാപാരികളുടെയോ ചെറുകിട വ്യവസായികളുടെയോ മാത്രം പ്രശ്നങ്ങളിൽ ഇടപഴകുന്ന ഒരു കേന്ദ്രമാവരുത് എന്നതാണ് വ്യാപാരി വ്യവസായ സമിതി ആഗ്രഹിക്കുന്നത്. എരവിമംഗലം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ഏലംകുളം യൂണിറ്റിന്റെ 3 വർഷത്തെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമാണ് പുതിയ ഓഫീസ് കെട്ടിടം. ഭൂമി വാങ്ങി സ്വന്തം കെട്ടിടം നിർമ്മിക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ സന്തോഷത്തിലാണ് യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളും. ഏകദേശം 28 വർഷത്തോളമായി ഇവിടെ യൂണിറ്റ് രൂപീകരിച്ച് അതിനുശേഷം വ്യാപാരി സമിതി ഏലംകുളം യൂണിറ്റിലുള്ള മുഴുവൻ വ്യാപാരികളെയും വ്യാപാരി സമിതിയുടെ സംഘടന കീഴിലാക്കി വളരെ ത്യാഗം അനുഭവിച്ചുകൊണ്ട് ഇവിടുത്തെ ഓരോ വ്യാപാരികളുടെയും അവരുടെ അധ്വാനത്തിന്റെ ഒരു അംശം വ്യാപാരി സമിതിക്ക് നൽകിക്കൊണ്ട് വ്യാപാരി സമൂഹത്തെ ഏതെങ്കിലും വിധത്തിൽ അപകടം സംഭവിച്ചാലോ അത്യാഹിതം സംഭവിച്ചാലോ അതിന് എന്ത് വില കൊടുത്തും അവരെ ഉയർത്തെഴുപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. 2014 ആയപ്പോഴേക്കും പഞ്ചായത്തിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയായി വളരാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി ഫണ്ട് വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം കൊണ്ട് പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വ്യാപാരിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അത് പൂർണ്ണമായ രീതിയിൽ അത് പുനർനിർമ്മാണം നടത്തിക്കൊണ്ട് മുഴുവൻ ഫണ്ടുകൾ കൊടുത്തുകൊണ്ട് ഈ സംഘടന വളരെ മാതൃകമായ ഒരു പരിധിയിലുള്ള മാതൃകപരമായി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചത് സംഘടനയാണ് ഏലംകുളം യൂണിറ്റ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഫണ്ടിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം വെച്ച് 2019 ഏലംകുളത്തിൽ സ്വന്തമായ ഒരു ആസ്ഥാനം വേണമെന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 25 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു സ്വന്തമായ ഒരു കെട്ടിടം കെട്ടി ഇന്ന് ഈ നാട് സമർപ്പിക്കുകയാണ്. ഏലംകുളത്തെ വ്യാപാരികൾ സമർപ്പിച്ചു കൊടുക്കുകയാണ്. അതിന്റെ എല്ലാ ക്രെഡിറ്റും ഈ യൂണിറ്റിന് മാത്രമല്ല ഏലംകുളം പഞ്ചായത്തിലെ
ഓരോ വ്യാപാരികൾക്കും അർഹതപ്പെട്ടതാണ്. കഴിഞ്ഞ 3 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് വ്യാപാരി വ്യവസായി സമിതിക്ക് ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് ഓഫീസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ തന്നെ സ്വന്തമായി ഭൂമി വാങ്ങി അതിലൊരു കെട്ടിടം പണിത് അങ്ങനത്തെ ഒരു സംവിധാനം ഇന്ന് ഏലംകുളം യൂണിറ്റിന് ഇന്ന് സ്വന്തമാവുകയാണ്. 1998 പ്രവർത്തനം ആരംഭിച്ച ഏലംകുളം യൂണിറ്റ് ഇന്ന് പഞ്ചായത്തിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനകളിലൊന്നായി മാറിയിരിക്കുകയാണ്. വ്യാപാരികളുടെ കൂട്ടായ പങ്കാളിത്തത്തോടെ രൂപീകരിച്ച കമ്മ്യൂണിറ്റി ഫണ്ടിലൂടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ ഇടപെടലുകളും സംഘടന നടത്തിവരുന്നുണ്ട്. 2019 സ്വന്തം ആസ്ഥാന മന്ദിരം എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതി വ്യാപാരികളുടെ സഹകരണത്തോടെ ഏകദേശം 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ദുരിതമനുഭവിക്കുന്ന വ്യാപാരികളെ കൈപിടിച്ചുയർത്തുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം സംഘടനയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായാണ് പുതിയ ഓഫീസ് കെട്ടിടത്തെ കാണുന്നത്. കൂട്ടായ്മയുടെ കരുത്തും വിശ്വാസത്തിന്റെ അടിത്തറയും ചേർന്ന് ഉയർന്ന കെട്ടിടം വ്യാപാരികളുടെ മാത്രം ആശ്രയ കേന്ദ്രമല്ല, സമൂഹത്തിന്റെ വിവിധ ആവശ്യങ്ങളിൽ ഇടപെടുന്ന ഒരു സേവന വേദിയാകട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഏലംകുളത്തെ വ്യാപാര സമൂഹം. വർഷങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് യൂണിറ്റ് പ്രവർത്തകരും നാട്ടുകാരും. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ എസ് ദിനേശ് വ്യാപാരികളെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ഹംസ പുല്ലാട്ടിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് കൈമാറി. മലബാർ സൗഹൃദവേദി പുരസ്കാര ജേതാവ് മണികണ്ഠൻ കൊളത്തൂരിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സീനത്ത് ഇസ്മായിൽ ആദരിച്ചു. സെക്രട്ടറി സി അഷ്റഫ്, ഏരിയ സെക്രട്ടറി PP അബ്ബാസ്, ഏരിയ പ്രസിഡന്റ് സലാം ഗൾഫോൺ, NP മൂസ, യൂണിറ്റ് ട്രഷറർ TU കമറുദ്ദീൻ, പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.